സമീപകാല കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിവാഹം വേണ്ട എന്നും സിംഗിൾ ലൈഫ് മതിയെന്നും തീരുമാനിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ്. വിദ്യാഭ്യാസവും ജോലിയും നേടുന്നതിലൂടെയും വിവാഹാനന്തരമുള്ള മോശം അനുഭവങ്ങൾ സ്ത്രീകൾ തുറന്നു പറയാൻ തുടങ്ങിയതോടെയുമാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചത്. വിവാഹമോചിതരായ സ്ത്രീകൾ രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിലും കുറവ് വന്നിട്ടുണ്ട്. പലരും മക്കളെ സംരക്ഷിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ പൊതുവായ പ്രവണതയിൽ നിന്ന് വ്യത്യസ്തമായി നടി ആര്യ വീണ്ടും വിവാഹിതയാകാൻ ഒരുങ്ങുകയാണ്. നടിയുടെ ആദ്യ ദാമ്പത്യം അവസാനിച്ചത് ഇരുവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നതുകൊണ്ടാണ്. അതിനുശേഷം ഒരാളുമായി പ്രണയത്തിലായിരുന്നുവെങ്കിലും അയാൾ ആര്യയെ വഞ്ചിച്ചു. പിന്നീട് സിംഗിൾ ലൈഫ് നയിക്കുന്നതിനിടെയാണ് സിബിൻ ആര്യയോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയും ആര്യ അതിന് സമ്മതം മൂളുകയും ചെയ്തത്. വർഷങ്ങളായി സുഹൃത്തുക്കളായ ഇരുവരുടെയും എൻഗേജ്മെന്റ് അടുത്തിടെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആര്യ തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവച്ചിരിക്കുകയാണ്. ഒരു പങ്കാളി, കുടുംബം എന്ന സ്വപ്നം തനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് ആര്യ പറയുന്നത്. സ്ത്രീകൾക്ക് ജീവിക്കാൻ പുരുഷൻ ആവശ്യമാണോ എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യമാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കും. എന്നാൽ താൻ വളരെ ഇമോഷണലായ ഒരാളാണ്. സങ്കടപ്പെടുമ്പോഴും സന്തോഷിക്കുമ്പോഴും നമ്മുടേതെന്ന് തോന്നുന്ന ഒരാൾ ഒപ്പമുള്ളത് തനിക്കിഷ്ടമാണ്. ആ വ്യക്തിയോട് ഇതൊക്കെ ഷെയർ ചെയ്യാനും തനിക്കിഷ്ടമാണ്. ജീവിതകാലം മുഴുവൻ ഒരാൾ അത്തരത്തിൽ ഒപ്പമുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്നും താരം ചോദിക്കുന്നുണ്ട്. തൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധവും പരിചയമുള്ള ചില ദമ്പതികളെയും ഉദാഹരണമായി ആര്യ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ചില കപ്പിൾസിനെ കണ്ടാൽ അവർ വിവാഹിതരാണെന്ന് തോന്നില്ല. രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണ്. അവർ വഴക്കിടാറുണ്ടെങ്കിലും വീണ്ടും ഒരുമിക്കും. ലൈഫ് ഒരാൾക്കൊപ്പം പങ്കിടുക എന്നത് മനോഹരമായൊരു കാര്യമാണ്. ഈ അനുഭവങ്ങളാണ് തനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണമെന്ന ആഗ്രഹം നൽകിയതെന്നും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നും ആര്യ വ്യക്തമാക്കുന്നുണ്ട്. ചിങ്ങമാസത്തിൽ വിവാഹം നടത്താനാണ് ഇരുവരുടെയും പദ്ധതി. ആര്യയുടെ മകൾ ഖുഷിയും ഈ വിവാഹത്തിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. സിബിനും ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ട്. ഡാൻസറായ ചിഞ്ചു ആയിരുന്നു സിബിന്റെ ആദ്യ ഭാര്യ. അതായത് വിവാഹത്തെക്കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആര്യയെ പോലുള്ളവരുടെ തീരുമാനങ്ങൾ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കും സൗകര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു എന്നതിൻ്റെ സൂചനയാണ്. എന്നാൽ ആര്യ സിബിനും ജീവിതത്തിൽ ഒന്നിക്കുന്നു എന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത്. അതിന് കാരണം ഇവർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നതായിരുന്നു. ഈ സൗഹൃദം എങ്ങനെ പ്രണയത്തിൽ എത്തിയെന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. സിബിൻ തന്നെ സംബന്ധിച്ച് തൻ്റെ ഹോമാണ്, തൻ്റെ കംഫർട്ട് സോൺ. അങ്ങനെ ഒരു കംഫർട്ട് തനിക്ക് മറ്റൊരിടത്തു നിന്നും കിട്ടിയിട്ടില്ല എന്നാണ് ആര്യ പറയുന്നത്. അത് തന്നെയാണ് തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തതും ആകർഷിച്ചതും. ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണ്. എല്ലാ ദിവസവും വിളിക്കുന്ന ഒരു പെൺസുഹൃത്ത് നമുക്കുണ്ടാകും. അതുപോലൊരു ബോണ്ടിങ് തനിക്ക് സിബിനുമായി ഉണ്ട്. സിബിനുമായാണ് താൻ പരദൂഷണം പോലും പറയുന്നത്. കൂടാതെ തങ്ങൾ ഡേറ്റ് ചെയ്യുകയോ പ്രൊപ്പോസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. സിബിൻ ഒരു ദിവസം തന്നോട് ഇത് നേരിട്ട് ചോദിക്കുകയാണ് ചെയ്തതെന്നും താരം പറയുന്നു. അതിനു മുൻപ് അവൻ തന്നോട് മുൻകൂർ ജാമ്യം എടുത്തു. താൻ പറയുന്ന കാര്യം നിനക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിടയിലുള്ള ഒന്നിനും ഒരു മാറ്റവും ഉണ്ടാകരുത്. നമ്മൾ സുഹൃത്തുക്കളായി തന്നെ തുടരും. നീ എന്ന സുഹൃത്തിനെ നഷ്ടപ്പെടുത്താൻ തനിക്ക് സാധിക്കില്ലെന്ന് സിബിൻ പറയുകയായിരുന്നു. നമുക്ക് വിവാഹം കഴിക്കാമോ എന്ന് സിബിൻ ചോദിച്ചു. താൻ നിന്നെയും കൊച്ചിനെയും പൊന്നുപോലെ നോക്കിക്കൊള്ളാം. താൻ വളരെ ഓക്കെയാണ് നിങ്ങളിൽ എന്ന് പറഞ്ഞു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ താൻ എസ് പറയുകയായിരുന്നു എന്നാണ് ആര്യ പറയുന്നത്. ആദ്യം വിവാഹം എന്ന തീരുമാനം എടുത്തിട്ടാണ് തങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അതേസമയം മകൾ ഖുഷിയോട് ചോദിക്കണമെന്ന് തീരുമാനിച്ചു. അവൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന തരത്തിൽ പോകണമെന്ന് തീരുമാനിച്ചു. താനല്ല, സിബിനാണ് മകളോട് സംസാരിച്ചത്. സിബിനും ഖുഷിയും വളരെ ക്ലോസ് ആണ്. വളരെ ഓപ്പണായി ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകും താൻ മമ്മിയെ കല്യാണം കഴിക്കട്ടെ എന്ന്. തങ്ങളെപ്പോലെ തന്നെ അവൾ ഹാപ്പിയാണെന്നും അവർ പറയുന്നു. കൂടാതെ സിബിൻ ഒരു സർപ്രൈസ് റിംഗ് പ്രൊപ്പോസൽ നടത്തിയിരുന്നു. ആ സർപ്രൈസ് ഒരുക്കാൻ ഖുഷിയാണ് കൂട്ടുനിന്നത്. അതേസമയം മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ആര്യ ബഡായി. അവതാരകയായിരുന്ന ആര്യ ബഡായി ബംഗ്ലാവ് പരിപാടിയിലൂടെയാണ് ഏവരുടെയും പ്രിയങ്കരിയാകുന്നത്. പിന്നീട് ബിഗ് ബോസ് ഹൗസിലും എത്തി. നടി എന്ന നിലയിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം അവർ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ കാഞ്ചീപുരം ഡോട്ടിൻ സ്ഥാപനത്തിന്റെ CEO കൂടിയായ ആര്യ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നും വിവാഹം വൈകാതെ ഉണ്ടാകുമെന്നും ആര്യയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ആരാധകരോട് പങ്കുവച്ചത്. ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത്. ആര്യ സിബിനും വർഷങ്ങളായി ഉറ്റ സുഹൃത്തുക്കളാണ്.
അതിനാൽ തന്നെ നിശ്ചയവിവരം പങ്കുവച്ചുള്ള പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് സിബിനും ആര്യയ്ക്കും ആശംസകളുമായി രംഗത്തെത്തിയത്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇരുവർക്കും ആശംസകൾ നേർന്നിരുന്നു.